ഹലോ ഗൈസ്, ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യുകയാണ്. അതിൻ്റെ ഉദ്ദേശം ലോക പരിസ്ഥിതി ദിനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. പരിസ്ഥിതി എന്ന് പറയുന്നത് അന്തരീക്ഷം, മണ്ണ്, വെള്ളം, സസ്യങ്ങൾ, ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുക എന്ന് ഉള്ളതുകൊണ്ടാണ് എന്നെല്ലാം ഉൾക്കൊണ്ടതാണ് പരിസ്ഥിതി. നമ്മുടെ ചുറ്റുപാട്. നമ്മൾ ഒരു മരം മുറിച്ചാൽ 2 മരം വയ്ക്കണം എന്നാണല്ലോ നിയമം. അപ്പം മരം മുറിക്കുന്നു, കുന്നുകൾ ഇടിച്ച് താഴ്ത്തുന്നു, അതുപോലെ തന്നെ താഴ്ന്ന നിലങ്ങളെല്ലാം മണ്ണിട്ട് നികത്തുന്നു. ഇതെല്ലാം പരിസ്ഥിതിയെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്നു. അതായത് ആവാസ വ്യവസ്ഥയെ ഇത് തകിടം മറിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. അപ്പം നമ്മൾ ഇങ്ങനെ മണ്ണിട്ട് നികത്തുകയും ഒക്കെ മണ്ണിട്ട് നികത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ജലാശയങ്ങളിൽ ധാരാളം ആവാസ വ്യവസ്ഥയിൽ ധാരാളം ജീവജാലങ്ങളുണ്ട്, അത് നശിച്ചു പോവുകയാണ്. ഈ ഭൂമിയിലുള്ള അല്ലെങ്കിൽ ഭൂമിയിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ജീവജാലങ്ങൾ, സസ്യലതാദികൾ ഇല്ലാത്തത് കൊണ്ടാണ് അത് നശിച്ചു പോയി, അല്ലെങ്കിൽ അന്യം നിന്ന് പോയി, വംശം നശിച്ചു പോയത് കൊണ്ടാണ് ഇന്ന് പുതിയ, അതായത് മനുഷ്യന് പ്രയോജനമില്ലാത്ത, മറിച്ച് നമ്മുടെ കൃഷിക്കും ഒക്കെ ദോഷം ചെയ്യുന്ന ഒരുപാട് ജീവികൾ, സസ്യജാലങ്ങൾ, സസ്യങ്ങളൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. അതായത് നല്ല ഒരു ആവാസ വ്യവസ്ഥ നമ്മൾ തന്നെ തകിടം മറിച്ചു. അതുകൊണ്ടാണ് നമ്മളിന്ന് പരിസ്ഥിതി ദിനമായിട്ട് വിദ്യാലയങ്ങളിൽ, സ്കൂളുകളിൽ നടത്തുന്നത്. കുട്ടികൾക്കെല്ലാം വൃക്ഷത്തൈ വിതരണം ചെയ്യുകയും അത് അവരവരുടെ വീടുകളിൽ കൊണ്ട് നടുകയും ഒക്കെ ചെയ്യുന്നു. അതുപോലെ തന്നെ സ്കൂളിൻ്റെ പരിസരത്തെല്ലാം വൃക്ഷത്തൈകളൊക്കെ നടും. എന്ന് വെച്ചാൽ ഇത് കണ്ട് വളരുന്ന ഒരു പുതിയ തലമുറ ഇപ്പോൾ, അതുകൊണ്ട് കുട്ടികളോട് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അവരുടെ മനസ്സിൽ പതിയും. നമ്മൾ പരിസ്ഥിതി ദിനം എന്ന് പറയുന്നത് പ്രായമായ ആളുകളിലല്ല നമ്മൾ അടിച്ചേൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ ബുദ്ധിയും വിവേകവും ഉള്ള പ്രായമായ പക്വതയെത്തിയവരിൽ അടിച്ചേൽപ്പിക്കുന്നില്ല. അവർക്ക് ഈ പരിസ്ഥിതി ദിനം എന്നൊക്കെ പറയുന്നത് ഒരു നിസ്സാര കാര്യമാണ്. അവരെപ്പോഴും പല ആളുകളും ഇതിനെ പുച്ഛിച്ചു തള്ളും. ഇനിയിപ്പോൾ തുടങ്ങി, കുറേ കുട്ടികളുടെ കയ്യിൽ കുറേ വൃക്ഷത്തൈകളൊക്കെ വച്ച് പിടിപ്പിച്ചു, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ അവർ പറയും. പക്ഷേ ഇതൊന്നുമല്ല. നമ്മൾ ഈ കുഞ്ഞു മനസ്സിൽ ഈ നല്ല ആശയങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരോട് ഇങ്ങനെ ഒരു ആശയം പറയുമ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ഇത് പതിയുകയും, ഒരു കുഞ്ഞല്ല, ഒരു സ്കൂളിലെ കുഞ്ഞ്, ഒരു ഗ്രാമത്തിലെ കുഞ്ഞ്, ഒരു നാട്ടിലെ കുഞ്ഞ്, ഒരു സംസ്ഥാനം, ഒരു രാജ്യം, ലോകം മൊത്തമുള്ള കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ വരും തലമുറയ്ക്ക് വൃക്ഷങ്ങളൊക്കെ വച്ച് പിടിപ്പിക്കുന്നതിനും പരിസ്ഥിതി ഒന്നുകൂടി സൗകുമാര്യമാക്കി മാറ്റുന്നതിനുമൊക്കെ അത് വഴിയൊരുക്കും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം പരിസ്ഥിതി എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മണ്ണ്, ജലം, പ്രകൃതി വിഭവങ്ങൾ, ഇതൊക്കെ നമ്മൾ നിർമ്മിച്ചതാണോ? അല്ലല്ലോ. നമ്മളെങ്ങും നിന്നും ഇത് കൊണ്ടുവന്നതല്ല. അതായത് നമുക്ക് മുൻപേയുള്ള തലമുറകളായിട്ട് ജീവിച്ചവർ, അവർ ഈ പഴയ കാലത്തെ ആളുകളൊന്നും ആവാസ വ്യവസ്ഥയ്ക്ക് തുരങ്കം വച്ചിട്ടില്ല. അപ്പോൾ അവർ നമ്മുടെ ആവാസ വ്യവസ്ഥയെ ഒക്കെ പച്ച പിടിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് നമുക്കിന്ന് പ്രകൃതിവാതകങ്ങളും മണ്ണും നല്ല ശുദ്ധജലവും ഒക്കെ ലഭിക്കുന്നത്. എന്നാൽ ഇന്നത്തെ മനുഷ്യൻ പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തോടുകൂടി ആദ്യം അവരെന്താണ് ചെയ്തത്? കുന്നുകളൊക്കെ ഇടിച്ച് നിരത്തി.
ഒരു കുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് വെള്ളം പറ്റുകയില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കാവ് പറയില്ലേ, കാവ് തീണ്ടല്ലേ മക്കളെ കുളം വറ്റും എന്ന് പറയുമ്പോൾ അതിനകത്തൊക്കെ കുറേ ആശയങ്ങളുണ്ട്. ഒരു കാവ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുളം, അതിൻ്റെ ചുറ്റിനും ധാരാളം ജൈവ വൈവിധ്യമാണുള്ളത്. അവിടെ ഒരുപാട് സസ്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് ജീവജാലങ്ങളുണ്ടാകും. അപ്പോൾ ഈ സസ്യങ്ങളെല്ലാം അവിടെ വന്നിങ്ങനെ ഒരു കാവും കുളവും ഉണ്ടെങ്കിൽ ആ ഗ്രാമത്തിലെ ജലം വറ്റത്തില്ല. ഇപ്പം കാവെന്ന് പറയുമ്പം മനസ്സിലായല്ലോ, ഒരുപാട് വൃക്ഷങ്ങൾ ഇടതിങ്ങി വളരുന്ന പ്രദേശത്തെയാണ് കാവ് എന്ന് പറയുന്നത്. അവിടെ ആ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നല്ല തണുപ്പും നല്ല കാറ്റും ശുദ്ധവായുവും ഒക്കെ നമുക്ക് ലഭിക്കും. അപ്പോൾ അവിടെ വൃക്ഷങ്ങൾ ഇടതിങ്ങി അല്ലെങ്കിൽ തഴച്ച് വളരുന്നത് കൊണ്ട് എന്ത് ചെയ്യും, ഭൂഗർഭ ജലത്തിൻ്റെ അറയുണ്ടല്ലോ, സംരക്ഷിച്ച് വച്ചിരിക്കുന്ന സ്ഥലം, അതിൻ്റെ ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തുവാനായിട്ട് സാധിക്കും. കാരണം ഈ വേരുകൾ മണ്ണിനടിയിലേക്ക് പോവുകയും അവിടെയെല്ലാം ജലം സംഭരിച്ച് വയ്ക്കുന്നതിനുള്ള ഒരു ഭൂഗർഭ അറയായിട്ട് ഈ വേരുകളൊക്കെ ചെന്നെത്തുന്ന സ്ഥലത്ത് സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ വൃക്ഷമൊക്കെ വളരുന്ന സ്ഥലത്ത് അവിടെ നമുക്ക് നല്ല ജലലഭ്യതയുണ്ട്. എന്നാൽ ഇന്ന് നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പലപ്പോഴും മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ചെയ്തികൾ മൂലം ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം നശിച്ചു പോകുന്നു. അപ്പോൾ ഈ കാവിലുള്ള ആവാസ വ്യവസ്ഥ, ആ സസ്യങ്ങളും എത്രമാത്രം കിളികളും ഒക്കെ ആ വിവിധ തരത്തിലുള്ള ജന്തുക്കൾ അവിടെ കാണും. അതെല്ലാം നശിച്ചു പോകുന്നു. അതൊന്നും നമുക്ക് ഒരു ഉപദ്രവകാരിയല്ല. അത് ഒതുങ്ങി ആ കാവിനുള്ളിൽ അവിടെ ആ പ്രദേശത്ത് തന്നെ അത് തങ്ങും. മനുഷ്യനെ യാതൊരു തരത്തിലും അത് ഉപദ്രവിക്കത്തില്ല. കാരണം അവിടെ വൃക്ഷങ്ങളൊക്കെ ഇടതിങ്ങി വളരുന്നത് കൊണ്ട് അതിന് ആവശ്യത്തിനുള്ള കായ്കനികളും ഒക്കെ അവിടെ തന്നെ കിട്ടും. വെള്ളം കിട്ടും, കായ്കനികൾ കിട്ടും. ഇതെല്ലാം ലഭിക്കുന്നത് കൊണ്ട് അത് പുറത്തോട്ട് വരികയില്ല. എന്നാൽ ഇന്ന് വനത്തിൽ ജീവിക്കേണ്ട ജന്തുക്കൾ അല്ലെങ്കിൽ ജീവികൾ നമ്മുടെ വനത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. മനുഷ്യൻ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തേക്ക് ആന, പിന്നെ അതുപോലെ മയിൽ, നമ്മളിപ്പോൾ എവിടെ നോക്കിയാലും മയിൽ, പന്നി, കുരങ്ങ്, ഇങ്ങനെയുള്ള ജീവികളെല്ലാം, പുലി, കടുവ, ഇതെല്ലാം എന്തു ചെയ്യുന്നു, മനുഷ്യൻ്റെ വാസസ്ഥലങ്ങൾ അന്വേഷിച്ചെത്തുകയാണ്. എന്തായിരിക്കാം കാരണം? ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് വനനശീകരണമൊക്കെ മൂലം എന്ത് ചെയ്യുന്നു, അപ്പോൾ ഈ മൊത്തത്തിലുള്ള ഈ കാലാവസ്ഥ ചേഞ്ച്, കാട്ടിലുണ്ടായിരുന്ന പലവിധമായ പഴങ്ങൾ, നമുക്ക് പോലും അജ്ഞാതമായിട്ടുള്ള പഴങ്ങളും കായ്കനികളും കിഴങ്ങുകളും ഒക്കെ ധാരാളം വനത്തിലുണ്ടായിരുന്നു പഴയ കാലത്ത്. എന്നാൽ ഇന്ന് എനിക്ക് തോന്നുന്നത് ആ സസ്യങ്ങളെല്ലാം അന്യം നിന്നുപോയി. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ജീവികൾക്ക് കാട്ടരുവികളൊക്കെ ഉണ്ട്. പിന്നെ അതായത് കാട്ടിൽ നിന്നും പല അരുവികളും രണ്ടാമത്തെ തട്ടിൽ തന്നെ ഒരു സൈഡിൽ ഇരിപ്പുണ്ട്, വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയാണ്. അത് എന്തുകൊണ്ടാണ്? മനുഷ്യൻ്റെ പ്രവർത്തനത്തിൻ്റെ, അതായത് ബുദ്ധിരഹിതമായ പ്രവർത്തന ഫലമായിട്ട് ഉണ്ടായ കാര്യങ്ങളാണിത്. അതുകൊണ്ടാണിന്ന് മൃഗങ്ങൾ കാട് വിട്ടത് നാട്ടിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനെ ഉപദ്രവിക്കുന്നത്. ഈ ഉപദ്രവം നേരിടുന്നതാരാ? പാവപ്പെട്ട വനാതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾക്കൊക്കെയാണ് ഇതുമൂലമുള്ള ദോഷം. ഈ വനമൊക്കെ നശിപ്പിക്കുന്നതാര്? അതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. പാവപ്പെട്ടവരാണോ ഈ വനം നശിപ്പിക്കുന്നത്? വനനശീകരണം. അപ്പോൾ വനനശീകരണം എന്ന് പറയുന്നത് നാടിന്
പലവിധമായ ആപത്തുകളാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ ഇനിയെങ്കിലും കാട്ടിലായാലും നഷ്ടപ്പെട്ടു പോയ വനങ്ങളെല്ലാം വച്ചുപിടിപ്പിക്കുകയും സംരക്ഷിക്കുകയും നല്ല ഒരു അന്തരീക്ഷം, നല്ല ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കണം. അത് ലോക ഗവൺമെൻറ് തന്നെ അതിനു വേണ്ടി തീരുമാനിക്കുകയും നല്ല കാലാവസ്ഥ പ്രദാനം ചെയ്യുകയും ഒക്കെ ചെയ്യണം. എന്നുണ്ടെങ്കിലേ വരും തലമുറയ്ക്ക് ഇവിടെ ജീവിക്കുവാൻ സാധ്യമാവുകയുള്ളൂ.